എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെൽറ്റ PLCയിൽ കൗണ്ടർ എങ്ങനെ ഉപയോഗിക്കാം. അതിനു മുന്നായിട്ട് എന്താണ് കൗണ്ടർ? നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈപ്പ് മെഷീൻസ് ഉണ്ടാവും. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മെഷീൻസ് ഉണ്ട്. ഓട്ടോമേഷൻ മെഷീനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളതൊരു പാക്ക് ആക്കിയിട്ടായിരിക്കും നമ്മളത് സെയിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ബോക്സിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവണം, അപ്പൊ അത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ കൗണ്ടർ ആയിട്ട് നമ്മൾ കൗണ്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻസ്, അതായത് നമ്മൾ പ്രോഗ്രാം നമ്മൾ ഡെൽറ്റ PLCയിൽ ചെയ്യും. അത് നമ്മൾ സെൻസർ ത്രൂ ആയിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സെൻസറുകൾ ഉണ്ട്, NPN, PNPN. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റൽ ഒബ്ജക്ട് ചെയ്യുന്ന സെൻസർ ഉണ്ട്. അതുപോലെ നമ്മുടെ എന്താണോ നമ്മുടെ ഒബ്ജക്ട്, നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സെൻസർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഞാനിത് ഇവിടെ ചെയ്തിരിക്കുന്നത് മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പ്രോക്സിമിറ്റി സെൻസർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൗണ്ടർ അല്ലെങ്കിൽ കൗണ്ടിങ്ങിന്റെ പ്രോഗ്രാം നമുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ PLC ഉപയോഗിച്ചിട്ട് ചെയ്തു നോക്കുന്നത്. സെൻസർ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടക്കുമല്ലോ. അപ്പൊ നമ്മൾ ആ ഒബ്ജക്ട് പോകുന്ന ആ റൂട്ടിൽ കൺവെയർ ബെൽറ്റിൽ നമ്മൾ സെൻസർ കണക്ട് ചെയ്യും. ആ സെൻസർ നമ്മുടെ കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യും. അതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു ബോക്സിനകത്ത് 10 പീസ് അല്ലെങ്കിൽ 25 പീസ് ഇങ്ങനെയൊക്കെ നമുക്ക് HMI ത്രൂ ഒക്കെ പ്രോഗ്രാം സെറ്റ് ചെയ്യാവുന്നതാണ്. സപ്പോസ് നമ്മളൊരു 10 പീസ് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് അതേസമയം 10 ആയതിനു ശേഷം നമ്മൾ അതിന് ശേഷം ആ 10 മെഷർ ചെയ്തിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അതിന്റെ ബോക്സിലേക്ക് മാറ്റണം. അതിന് നമുക്ക് ഇജക്ടർ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സോളിനോട് വാൽവിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് എയർ സിലിണ്ടർ ത്രൂ പുഷ് ചെയ്ത് നമുക്ക് ആ ബോക്സിലേക്ക് മൂവ് ചെയ്യിക്കാം. അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് അതൊക്കെ നമ്മൾ മെഷീൻ ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ്, അത് റിക്വയർമെന്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമും അതുപോലെ മെക്കാനിക്കൽ ഇൻസ്റ്റാളേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് കൗണ്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം. ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ് ചെയ്യുന്നത്. അതായത് കൗണ്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് PLCയിൽ പ്രോഗ്രാം ചെയ്യാം, അതുപോലെ എങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ ഒരു സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെൻസർ ത്രൂ നമ്മുടെ ഒബ്ജക്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളൊരു 10 പീസോ ഒരു 5 പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 5 പീസ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മെറ്റൽ ആണ് നമ്മളിപ്പോ ഒബ്ജക്ട് ചെയ്യുന്ന ആ ഒരു സെൻസർ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു 5 പീസ് കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ബോക്സിലേക്ക് മൂവ് ആവണം. ഇല്ല എന്നുകൊണ്ട് നമുക്ക് ഒരു അലാറം കിട്ടണം, അത് 5 പീസ് ആയി എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാനിവിടെ ഒരു ഗ്രീൻ ലൈറ്റിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. അത് 5 പീസ് കറക്റ്റ് കൗണ്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ലൈറ്റ് ഇവിടെ ഇൻഡിക്കേറ്റ് ആവും. അപ്പൊ 5 പീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലൈറ്റിലേക്കാണ് കണക്ഷൻ കൊടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് സോളിനോട് വാൽവിലേക്കും നിങ്ങളുടെ മെക്കാനിക്കൽ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കൗണ്ടിങ് കറക്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മൂവ് ആവേണ്ട, അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഗ്രാമും അതുപോലെ മെക്കാനിക്കൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ജസ്റ്റ് ഞാൻ ഇവിടെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും എന്റെ മെറ്റൽ ഒബ്ജക്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് അടുത്തൊരു പീസ് വന്നിട്ടുണ്ട്, അതുപോലെ 2, 3. ഓക്കെ, സോറി, ഞാൻ 5 പീസ് അല്ല 10 പീസ് ആണ് ഞാൻ ഇവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് സെൻസർ വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ കൗണ്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യണേ നമുക്ക് നോക്കിയാലോ. 10 പീസ് ആണ് ഇവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കൺവെയർ ബെൽറ്റിന്റെ അവിടെ നമ്മൾ സെൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ ഒബ്ജക്റ്റും അതായത് നമ്മുടെ പ്രൊഡക്ഷനെ തമ്മിൽ റൺ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മുടെ മെറ്റൽ ഇവിടെ പോകുന്നുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര പീസ് ആണോ, ഞാനിപ്പോ 10 പീസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ 10 പ്രാവശ്യം ഇത് ടച്ച് ആകുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യാം, നിങ്ങളുടെയൊക്കെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് നോക്കിയാലോ. അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും PLC ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൗണ്ടർ പ്രോഗ്രാം ചെയ്യുന്നതിനായിട്ട് നമുക്ക് WPL സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഡെൽറ്റ PLCയുടെ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമുക്ക് ഫയലിൽ ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് കൗണ്ടർ എന്ന് കൊടുക്കാം. അതായത് ഒരു ആദ്യത്തെ പ്രോജക്റ്റ് കൗണ്ടർ പ്രോജക്റ്റ് ആയതുകൊണ്ട് ഞാൻ കൗണ്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ PLCയുടെ മോഡൽ ഏതാണോ അതിനനുസരിച്ച് നിങ്ങളുടെ മോഡൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാനിവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതുപോലെ സെൻസർ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് X3 ടെർമിനലും അതുപോലെ റീസെറ്റ്, നമ്മുടെ കൗണ്ടർ ഒക്കെ റീസെറ്റ് ആയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ X1 എന്ന് പറയുന്ന ടെർമിനലും കണക്ട് ചെയ്തിട്ടുണ്ട്. അത് റീസെറ്റ് ബട്ടൺ, നമ്മുടെ കൗണ്ടർ റീച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ റീസെറ്റ് ചെയ്തതിനു ശേഷം വേണം പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ X1 റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ലൈറ്റ്, അതൊരു Y0 എന്ന് പറയുന്ന ലൈറ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സോളിനോയിഡ് വാൽവ്, ലൈറ്റ്, അലാറം നിങ്ങൾക്ക് എന്ത് വേണേലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്താലോ. അതിനായിട്ട് നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യാം. അതായത് X3 ആണല്ലോ നമ്മൾ സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് LD
X3 ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിന്ന് വേണം നമ്മുടെ കൗണ്ടറിലേക്ക് കണക്ഷൻ പോകാനായിട്ട്. അപ്പൊ നമുക്ക് കൗണ്ടർ സെലക്ട് ചെയ്യണം. അപ്പൊ കൗണ്ടർ പ്രോഗ്രാം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ CNT എന്റർ ചെയ്യാം. അതിനുശേഷം സ്പേസ് നമ്മൾ ടൈമർ ഒക്കെ ചെയ്തതുപോലെ തന്നെ അതുപോലെ T0 T1 എന്ന് പറഞ്ഞ പോലെ കൗണ്ടറിനും C0 തൊട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ C0 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എത്ര കൗണ്ടിങ് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണോ 10 ആണോ 5 ആണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വാല്യൂസ് എൻ്റർ ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ റീച്ച് ആവുക. അതുപോലെ വാല്യൂ എൻ്റർ കറക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് ആവുന്നത്. അപ്പൊ ഞാനൊരു 5 അതായത് 5 കൗണ്ട് എനിക്ക് മതി, അല്ലെങ്കിൽ 5 പീസ് എനിക്ക് കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു K5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൗണ്ടർ വർക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ഔട്ട്പുട്ട് വേണം. അതിനായത് കൗണ്ടർ 5 ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് ആവണം. അതിനായിട്ട് നമുക്ക് അടുത്തൊരു പ്രോഗ്രാം ചെയ്യാം. അതായത് C0 ആദ്യത്തെ കൗണ്ടർ ആണ്, സോറി LDC0. ഓക്കെ, അപ്പൊ നമ്മൾ അതുപോലെ നമ്മുടെ കൗണ്ട് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ടറിന്റെ NO ത്രൂ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലൈറ്റ് വർക്ക് ചെയ്യണം. അതായത് നമുക്ക് ഔട്ട് Y0, ഓക്കെ, ഔട്ട് Y0 ആദ്യത്തെ ആ ഗ്രീൻ ലൈറ്റിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് റീസെറ്റ് ബട്ടണും കൂടെ നമുക്ക് എൻ്റർ ചെയ്യണം, അതായത് പ്രോഗ്രാം ചെയ്യണം. അതായത് നമ്മുടെ 5 റീച്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസെറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ പിന്നെ അത് 1 നിന്ന് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പൊ റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. LDX1 ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് RST റീസെറ്റ്, എന്താണ് റീസെറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ കൗണ്ടർ എത്രാമത്തെ കൗണ്ടർ, ആദ്യത്തെ കൗണ്ടർ. ഓക്കെ, അപ്പോൾ C0 ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോഡ് ചെയ്യാം. കോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എററുകളൊന്നുമില്ല. അതുപോലെ ഞാൻ PLCയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡിങ് നടക്കുവാണ്. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിലേക്കും വരാം. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മുടെ കൗണ്ടർ വർക്ക് ആവുമ്പോൾ നമ്മുടെ കൗണ്ടിങ്. അതുപോലെ ഇവിടെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ K0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻസറിലേക്ക് ഒരു മെറ്റൽ ഒബ്ജക്ട് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് നോക്കാം സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യണേ നമുക്ക് നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻസർ കറക്റ്റ് ആയിട്ട് ഓരോ പീസുകൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 5 പീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഒബ്ജക്റ്റ് ഈ ഒരു ലൈറ്റ് ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ കൗണ്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് റീസെറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത കൗണ്ടിങ്ങിലേക്ക് സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഒന്നും കൂടെ നമുക്ക് നോക്കിയാലോ. 1 2 3 കൂടെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും സെൻസ് ആവുന്നത്. അതുപോലെ 5 ആയി കഴിഞ്ഞാൽ കൗണ്ട് റീച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ലൈറ്റോടെ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് റീസെറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് ആവും. അപ്പൊ ഇതാണ് കൗണ്ടർ എങ്ങനെ നമുക്ക് ഡെൽറ്റ PLCയിൽ പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതിന്റെ പ്രോഗ്രാമിങ്. അപ്പൊ സിമ്പിൾ ആണ് പ്രോഗ്രാമിങ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് പ്രോഗ്രാം എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൗണ്ടർ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യണേ എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ കൗണ്ടർ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം, അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ PLC HMI VFD ഇതൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.